ഇന്നത്തെ ആഭ്യന്തര ആഗോള വിപണികളെ സംബന്ധിച്ചുള്ള എക്സ്പെക്ടേഷൻസ് നമ്മളോടൊപ്പം പങ്കുവെക്കാനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, ഇന്നലെ യു എസ് മാർക്കറ്റുകൾ അവധിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് നേരെ കമോഡിറ്റി മാർക്കറ്റിലേക്ക് തന്നെ പോയി നോക്കാം. കമോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ക്രൂഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ നിർണായകമായിട്ടൊരു ദിവസമായിരുന്നു. കാരണം ട്രംപ് അധികാരത്തിലേറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നതിന് കൂടുതലായിട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പെട്രോളിയം വാഹനങ്ങൾക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇനിയും ഒരു സപ്ലൈ വർദ്ധിക്കാനുള്ള നടപടികൾ അമേരിക്ക സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതിനോട് ഒരു ഏർലി അവർ ട്രേഡ് പരിശോധിക്കുമ്പോൾ നമുക്ക് നേരിയ തോതിലൊരു സെൽ ഓഫ് ക്രൂഡിൽ കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടൊരു ടോണിലാണ് ബ്രെൻഡിന്റെ ട്രേഡിംഗ് നടന്നു വരുന്നത്. WTI സംബന്ധിച്ചിട്ടാണെങ്കിൽ 0.5% ഒരു നേട്ടം നിലനിർത്തുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ക്രൂഡിന്റെ മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡിന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നമുക്ക് വലിയൊരു നേട്ടമായിരുന്നു ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ ക്രൂഡിന്റെ കേസിൽ കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ $76, അതിനുശേഷം $74-75 ഒരു നല്ല സപ്പോർട്ട് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എനിവേ നമുക്ക് ഇന്ന് ലോ റിസ്കിൽ ഒരു പുതിയ ബൈങ് ഓപ്പർച്യൂണിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. യെസ്, അപ്പം ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ട് നിലവിൽ 0.5% അപ്സൈഡ് മൂവ്മെന്റ് രേഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല എയർ ലെവേഴ്സ് പരിശോധിക്കുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് ഗോൾഡ് മുന്നേറിയിരിക്കുന്നത്. നിലവിൽ 2722.32 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. പുതിയൊരു 52 വീക്ക് 2726.39 എന്നൊരു നില വരെ ഉയരുന്നൊരു സ്ഥിതിയും കണ്ടിരുന്നു. ഏകദേശം ആ ഒരു ലെവലിന് വളരെ അടുത്തുനിന്നുകൊണ്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. ഗോൾഡിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് സ്വർണത്തിൽ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, December 24 നമ്മൾ കണ്ടിരുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് $2760 ആയിരുന്നു. സോ കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2725 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കണമെങ്കിൽ 2760 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇന്നലത്തെ ഒരു ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് എന്ന നിലയിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നോട്ടിലാണ് Nifty 50 ഒപ്പം തന്നെ സെൻസെക്സും ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. Nifty 50 സംബന്ധിച്ചിട്ട് ഏകദേശം 141 പോയിന്റ്സിന്റെ അപ്സൈഡ് മൂവ്മെന്റ് രേഖപ്പെടുത്തിക്കൊണ്ട് 23,344.75 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 23,300 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സെക്ടേഴ്സ് പരിശോധിക്കുകയാണെങ്കിലും ഭൂരിഭാഗം സെക്ടേഴ്സിലും ഒരു അപ്സൈഡ് മൂവ്മെന്റ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. Nifty 50 താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി Nifty 50 കേസിൽ അണ്ടർടോൺ ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ഇതിന്റെ പ്രോബ്ലം ഞാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സെലക്റ്റീവ് ആയിട്ട് ചില സെക്ടേഴ്സ്, ചില സ്റ്റോക്സിൽ ഒരു ബൈങ് ഇൻട്രസ്റ്റും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതേ ശക്തിയോടെ മറ്റ് ചില സ്റ്റോക്സിൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്നലത്തെ ട്രേഡ് നമ്മൾ നോക്കുമ്പോഴേക്കും കോട്ടക്ക ബാങ്കിന്റെ കേസിൽ നമുക്ക് ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമുക്ക് ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ബജാജ് ട്വിൻസിന്റെ കേസിൽ ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ബട്ട് നിരവധി ടെക്നോളജി സ്റ്റോക്സിലൊക്കെ ആൻഡ് ആക്സിസ് ബാങ്ക് മുതലായ സ്റ്റോക്സിലൊക്കെ നമുക്ക് വീണ്ടും സെല്ലിംഗ് പ്രഷർ ആയിരുന്നു കാണാൻ സാധിച്ചത്. സോ നമുക്കൊരു ഓൾറൗണ്ട് ബൈങ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു ഡെപ്ത് ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇതെല്ലാം നിഫ്റ്റിക്ക് വളരെ ശക്തമായിട്ടൊരു സപ്പോർട്ട് നൽകിയ ഒരു ഇൻഡെക്സ് കൂടിയായിരുന്നു നിഫ്റ്റി ബാങ്ക് എന്ന് പറയുന്നത്. ഇടയിൽ ഏകദേശം ഒരു 2% അടുത്തൊരു നേട്ടം നൽകുന്ന ഒരു സ്ഥിതി കണ്ടത്. ഒരു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടേമിൽ നമുക്കൊരു നേരിയ തോതിലൊരു റാലി ഈ ഒരു സെക്ടറിൽ കാണാൻ സാധിച്ചിരിക്കുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് പരിശോധിക്കുകയാണെങ്കിൽ 49,350.8 എന്ന നിലയിൽ ഏകദേശം 810 പോയിന്റ്സിന്റെ അപ്സൈഡ് മൂവ്മെന്റ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിലും നമുക്കിപ്പോ കഴിഞ്ഞ 3-4 സെഷൻസിൽ കണ്ടിരിക്കുന്ന റിക്കവറി വെറും ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. Nifty 50 കേസിൽ ഒത്തിരി റെസിസ്റ്റൻസ് ലെവൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 50,000 പോയിന്റ്, അതിനുശേഷം 50,600, അതിനുശേഷം 51,600 പോയിന്റ്. 51,600 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ Nifty 50
നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒരു സേഫ് സോണിലോട്ട് എത്താൻ പോകുന്നുള്ളൂ. അതിനോടൊപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണ്. അതിലാദ്യമായിട്ട് തന്നെ ഇന്നലത്തെ ഇതേ ഫോർത്തിൽ താങ്കൾ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റി ബാങ്കിൽ ഒരുപക്ഷെ ഒരു ലോ റിസ്ക് ആയിട്ട് താങ്കളുടെ ഒരു ഫോക്കസിലേക്ക് എത്തുന്ന ഓഹരി എന്ന് പറയുന്നത് ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ഓഹരികളാണ് എന്നാണ്. ഇൻഡസിൻഡ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു പ്രധാനമായിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 11 മണിയോടെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഈ ഓഹരിയിൽ കടന്നു വരികയും പിന്നീട് ഹൈ ലെവൽസിൽ നിന്ന് നേരിയ തോതിലൊരു സെൽ ഓഫുമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇൻഡസിൻഡ് ബാങ്ക് ഇനി മുന്നോട്ടേക്ക് താങ്കൾ പ്രധാനമായിട്ടും ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, പറഞ്ഞ വളരെ ശരിയാ. ഏറ്റവും ലോ റിസ്ക് ആയിട്ട് ബാങ്കിങ് മേഖലയില് ഒരു ഹെവി വെയ്റ്റ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബൈയിങ് അവസരം ഇൻഡസിൻഡ് ബാങ്കിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഒത്തിരി വോളറ്റിലിറ്റിയും നമുക്ക് ഇൻഡസിൻഡ് ബാങ്കിന്റെ കേസിൽ കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ട്രേഡിംഗ് അവസാനിക്കുന്ന സമയത്ത് ഒരു പോസിറ്റീവ് നോട്ടിലായിരുന്നു ഇൻഡസിൻഡ് ബാങ്ക് ക്ലോസിംഗ് നടത്തിയത്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 982 രൂപ. 982ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20-25 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പിലേക്ക് കൂടി എത്തിക്കണം. അദാനിയിൽ തന്നെ ഇന്നലെ ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു പ്രധാനപ്പെട്ട പല അദാനി ഓഹരികളിലും കാണാൻ സാധിച്ചിരുന്നത്. എന്നാൽ അതേസമയം ഫ്ലാഗ്ഷിപ്പ് കമ്പനി ആയിട്ടുള്ള അദാനി എന്റർപ്രൈസസിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നലെ ഏകദേശം 2% നേട്ടം നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതലായിട്ടും ഒരു സൈഡ് വേസ് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല ട്രേഡിങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോഴേക്കും നേരിയ തോതിലുള്ള ഒരു സെൽ ഓഫും കാണാൻ സാധിച്ചിട്ടുണ്ട്. അദാനി എന്റർപ്രൈസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, നമ്മൾ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം അഡാനി സ്റ്റോക്സിൽ വീണ്ടും ഒരു ബുള്ളിഷ് സെറ്റപ്സ് ഫോം ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഇതിൽ ഒരേ ഒരു കാര്യം പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫണ്ടമെന്റലി ഒരു വ്യൂ എന്നല്ല, ഇത് പ്യോർ ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ ഞാനൊരു ട്രെൻഡ് റിവേഴ്സൽ ഒത്തിരി അഡാനി സ്റ്റോക്സിൽ കാണുന്നുണ്ട്. അഡാനി എന്റർപ്രൈസസിന്റെ കേസിൽ 2470 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2550 അതിനുശേഷം 2640 ആയിരിക്കും. ആൻഡ് അഡാനി എനർജി സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് അഡാനി എനർജി സൊല്യൂഷൻസിലെ മേജർ റെസിസ്റ്റൻസ് 840 അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 880 900 920 രൂപയോ ആയിരിക്കും. അപ്പോൾ തന്നെ അദാനി എന്റർപ്രൈസസ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് അദാനി സ്റ്റോക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അഡാനി ഗ്രീൻ എനർജി നോക്കിക്കഴിഞ്ഞാൽ അഡാനി ഗ്രീന്റെ കേസിലും നമുക്ക് നല്ലൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അഡാനി ഗ്രീൻ എനർജിയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1115 അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1175 1230 അതിനുശേഷം 1290 രൂപയായിരിക്കും. അഡാനി പോർട്ടിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 1220 രൂപ അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1260 1320 രൂപയോ ആയിരിക്കും. ആൻഡ് അഡാനി പവറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഡാനി പവറിന്റെ കേസിൽ ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. അടുത്ത 3 റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 570 610 655 655ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. ഒപ്പം തന്നെ ഏഷ്യൻ പെയിന്റ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നാളുകളായിട്ട് നിക്ഷേപകരെ നിരാശപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴേക്കും 0.8% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഏഷ്യൻ പെയിന്റ്സിന്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞൊരു വെള്ളിയാഴ്ച മുതൽ ഒരു ബൈയിങ് ഈ ഒരു ഓഹരിയിലും കടന്നു വന്നതായിട്ടാണ് കാണുന്നത്. ഏഷ്യൻ പെയിന്റ്സിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ ജനുവരി 16 2207 രൂപയിൽ ഒരു വളരെ മേജർ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടേമിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ നമ്മളൊരു എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 2205 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതൊരു കോൺട്രേറിയൻ ട്രേഡ് ആയിരിക്കും. ഇതിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 2360 അതിനുശേഷം 2500
ഈ രണ്ട് റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്ക് 100 മുതൽ 170 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. യെസ്. അതിനോടൊപ്പം തന്നെ ധാരാളം പ്രേക്ഷകർ ഇപ്പോൾ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ സൊമാറ്റോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചത്. ഈ സൊമാറ്റോയെ സംബന്ധിച്ച് ഇന്നലെ ഏകദേശം ഒരു 3 മണിക്ക് ശേഷം സൊമാറ്റോയുടെ റിസൾട്ട് മൂന്നാം പാദ നമ്പേഴ്സൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ എക്സ്പെക്റ്റേഷൻ അത്തരത്തിലുള്ളൊരു വലിയ നമ്പേഴ്സ് ഒന്നും പബ്ലിഷ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടില്ല. പല എക്സ്പെക്റ്റേഷൻസും അല്ലെങ്കിൽ പല എസ്റ്റിമേഷൻസും മിസ് ചെയ്തുകൊണ്ടുള്ള നമ്പേഴ്സാണ് കമ്പനി ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിനോട് ലാസ്റ്റ് അവേഴ്സിൽ വളരെ ശക്തമായിട്ട് തന്നെയാണ് നിക്ഷേപകർ റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഈ വളരെ ശക്തമായിട്ട് സെൽ ഓഫ് ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൊമാറ്റോയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സൊമാറ്റോയുടെ കേസിൽ ഡിസംബർ 9 ശേഷം നമുക്ക് ഒത്തിരി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ഡിസംബർ 9 304 രൂപയിലായിരുന്നു ഇതിന്റെ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത്. സോ ഇന്നലത്തെ ആ ഒരു സെൽ ഓഫിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറാൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 225 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. യെസ്. അതിനോടൊപ്പം തന്നെ പല പ്രേക്ഷകരും ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള ചില സ്റ്റോക്സിലാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 2% നേട്ടം നൽകാനായിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് സാധിച്ചിട്ടുണ്ട്. HAL-ലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? HAL-ന്റെ കേസിൽ കഴിഞ്ഞ 1-1.5 മാസത്തിനിടെ ഒത്തിരി വോളറ്റിലിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ 2 മേജർ റെസിസ്റ്റൻസ് കാണുന്നത്. ആദ്യത്തെ 4400. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് മേജർ ഹേർഡിൽ ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്നത് 4600, 4700 ഈ ഒരു റേഞ്ചിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. യെസ്. അപ്പം തന്നെ ഭാരത് ഡൈനാമിക്സിലുള്ള ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഭാരത് ഡൈനാമിക്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 4% ഒരു മൂവ്മെൻ്റ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു ലെവലിൽ തന്നെയാണ് ക്ലോസും ചെയ്തിരിക്കുന്നത്. ഭാരത് ഡൈനാമിക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഭാരത് ഡൈനാമിക്സിന്റെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അറ്റ് ദ മൊമെന്റ് ഇതിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1400. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 1490. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 1550 രൂപയിലും ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ഇന്നലെ നമ്പേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന ഡിക്സൺ ടെക്നോളജീസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. വളരെ ശക്തമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള നമ്പേഴ്സ് ആയിരുന്നു കമ്പനി ഇന്നലെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അറ്റ ലാഭത്തിലടക്കം വലിയ തോതിൽ ഒരു കുതിച്ചുചാട്ടം നടത്താനായിട്ട് ഡിക്സൺ ടെക്നോളജീസിന് ഇന്നലത്തെ ഈ ഒരു ഡിസംബർ ക്വാർട്ടറിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും ഡിക്സണിൽ ഇന്നലെ 2% നേട്ടം നൽകിക്കൊണ്ടാണ് ഡിക്സൺ ടെക് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡിക്സൺ ടെക്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഡിക്സൺ ടെക്നോളജിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഡിസംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു നല്ല ഹെൽത്തി കറക്ഷനും നടന്നിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട 1670 രൂപയിലായിരിക്കണം. 1670 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ലോ റിസ്ക് ആയിട്ട് പുതിയ ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. യെസ്. അതിനോടൊപ്പം തന്നെ പൊതുവായിട്ട് കൂടി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്. ഇന്നലെ ഡിഫൻസ് ഓഹരികളൊക്കെ പരിശോധിക്കുമ്പോൾ പൊതുവേ നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം ഇപ്പം BEL അടക്കമുള്ള പ്രധാനപ്പെട്ട ഓഹരികളൊക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ ഒരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രീ ബജറ്റ് റാലി നമുക്ക് ഈ ഒരു ഡിഫൻസ് ഓഹരികളിൽ കാണുന്നുണ്ടോ? സെലക്റ്റീവ് ആയിട്ട് ദ ആൻസർ ഇസ് യെസ്. ഡിഫൻസ് സ്റ്റോക്സിൽ തീർച്ചയായിട്ടും ഒരു ബോട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള സം സ്റ്റോക്സ് ഷിപ്പ് ബിൽഡിംഗ് മേഖലയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 1600, അതിനുശേഷം 1720 ആയിരിക്കും. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. മാസഗോൺ ഡോക്കിന്റെ കേസിൽ ഓൾറെഡി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. കണ്ടിന്യൂ ടു ടേക്ക് ലോങ് പൊസിഷൻസ്. ഇതിന്റെ അടുത്ത മേജർ ഹർഡൽ 2700, അതിനുശേഷം 2900 ആയിരിക്കും.
ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിലും ഇന്നലെ നമുക്ക് നല്ല ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ ഹേർഡിൽ 1780 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഭാരത് എർത്ത് മൂവേഴ്സിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 4200 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഈ സ്റ്റോക്കിലും നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. അതിനൊപ്പം തന്നെ ചില റെയിൽവേ ഓഹരികളിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ടെക്സ്മാക്കുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 0.5% മുകളിൽ ഒരു നേട്ടം നൽകാനായിട്ട് ടെക്സ്മാക്കുടെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ടെക്സ്മാക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എക്സ്മാക്കോയുടെ കേസിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നല്ല നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് എങ്കിലും നമുക്ക് ഷോർട്ട് ടേമിൽ സ്റ്റിൽ ദ ട്രെൻഡ് ഇസ് ബെയറിഷ്. സോ അറ്റ് ദ മൊമെന്റ് നമുക്കിത് ഒരു ഷോർട്ട് കവറിംഗ് ആയിട്ട് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഈ സ്റ്റോക്കിൽ വളരെ മേജർ റെസിസ്റ്റൻസ് 215-220 ഇടയ്ക്കുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ. ഒപ്പം തന്നെ IRFCയിലുള്ള ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. IRFCയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞൊരു വീക്കിലെ ഒരു പെർഫോമൻസ് പരിശോധിക്കുമ്പോഴും 8%-ലധികം നേട്ടം നൽകാനായിട്ട് ഈ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. IRFCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IRFCയുടെ കേസിലും നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷായി തന്നെ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 160, അതിനുശേഷം 170 ആയിരിക്കും. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കത്തുള്ളൂ. മറ്റൊരു പ്രേക്ഷകൻ JP പവറിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജയപ്രകാശ് പവറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ JP പവറിലെ ഫൈനാൻഷ്യൽസില് നമുക്ക് ഒരു കോൺഫിഡൻസും നൽകാത്ത ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിലെ നിലവിലുള്ള എല്ലാ ട്രെൻഡുകളും ബെയറിഷായി തുടരുന്നു. ഇതിൽ ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് എസ്പെഷ്യലി നമ്മൾ മാർക്കറ്റ് റാലി ചെയ്യുന്ന സമയത്ത് കാണാറുണ്ട്. ബട്ട് പേഴ്സണലി ഇത്തരം സ്റ്റോക്സിൽ ഞാൻ ട്രേഡിംഗോ ഇൻവെസ്റ്റിംഗ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യാറില്ല. ഒപ്പം തന്നെ കല്യാൺ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട്. കല്യാൺ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചധികം ട്രേഡിംഗ് സെഷൻസിലായിട്ട് വലിയ തോതിലുള്ള ഇടിവ് രേഖപ്പെടുത്തിയ ഓഹരി കൂടിയാണ് കല്യാൺ. ഏകദേശം ഒരു 38%-നടുത്തൊരു ഇടിവ് കഴിഞ്ഞ ഈ ഒരു ജനുവരി മാസത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ഡേ പരിശോധിക്കുകയാണെങ്കിൽ ഇൻട്രാഡേയിൽ വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 9%-നടുത്തൊരു നേട്ടമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അതിന് ഒരു കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് മോത്തിലാൽ ഒസ്വാളും അതിനോടൊപ്പം തന്നെ ആരോപണങ്ങളൊക്കെ മാനേജ്മെന്റ് നിഷേധിച്ചിരുന്നു എന്നൊരു അപ്ഡേഷനായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും കല്യാൺ ജ്വല്ലേഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇന്നലെ കണ്ടിരുന്ന ആ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ കല്യാൺ ജ്വല്ലേഴ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയത് ജനുവരി 2-ാം തീയതി ആയിരുന്നു 795 രൂപയിൽ. അതിനുശേഷം തുടർച്ചയായിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ശക്തമായ സെൽ ഓഫിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. ഇന്നലെ കണ്ടിരിക്കുന്ന റിക്കവറി ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ ഹേർഡിൽ 570, അതിനുശേഷം 610, 650. 650 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദ മൊമെന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത് എളുപ്പമായിരിക്കത്തില്ല. NBCCയിലുള്ള ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. NBCCയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 3.5%-ന് മുകളിൽ ഒരു നേട്ടം നൽകാനായിട്ട് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. NBCCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NBCCയുടെ കേസിലും നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണുമെങ്കിൽ 110 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്. ഒരു പ്രേക്ഷകൻ ജുബിലിയൻ ഫാർമയിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജുബിലിയൻ ഫാർമ ഇന്നലെ 4%-ന് മുകളിലുള്ളൊരു നേട്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 982.15 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജുബിലിയൻ ഫാർമയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ജുബിലന്റ് ഫാർമയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വീണ്ടും ഇന്നലെ മെഞ്ഞാന്നും കണ്ടിരിക്കുന്ന ആ ഒരു റിക്കവറി നമുക്ക് അറ്റ് ദ മൊമെന്റ് ഷോർട്ട് കവറിംഗ് ആയിട്ട് വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 110, അതിനുശേഷം 160 ആയിരിക്കും. 160 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ.
മറ്റൊരു പ്രേക്ഷകൻ മണപ്പുറം ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. മണപ്പുറം ഫിനാൻസ് ഇന്നലെ ഒരു ഫ്ലാറ്റിഷ് ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. മണപ്പുറത്തിൽ ഇന്ന് പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? മണപ്പുറത്തിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസത്തിനിടെ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. സോ അതിനെ തുടർന്ന് ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് ദർ വിൽ ബി എ ട്രെൻഡ് റിവേഴ്സൽ. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 205-ഉം അതിനുശേഷം 220 രൂപയും ആയിരിക്കും. യെസ്, അതിനോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലുള്ള ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ 1% മുകളിൽ ഒരു നേട്ടം നൽകി ക്ലോസ് ചെയ്യാനായിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ ഓൾറെഡി നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 28 രൂപ. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബജാജ് ഹൗസിംഗ് ഫിനാൻസിലുള്ള ഒരു വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ 0.5% മുകളിൽ നേട്ടത്തിലായിരുന്നു ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഓഹരികൾ ക്ലോസ് ചെയ്തിരുന്നത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഈ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് നമ്മളെയൊക്കെ ഒത്തിരി മാസങ്ങളായിട്ട് നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക്. ബജാജ് ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 130 അതിനുശേഷം 140 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഒരു പ്രേക്ഷകൻ തമിഴ്നാട് ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പേഴ്സ് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1.5% ഇടിവിലായിരുന്നു TNPLന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. TNPLലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? TNPL നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 185-ഉം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 225-ന്റെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായി NHPC ലിമിറ്റഡിലുള്ള ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ 0.5% ഇടിവിലായിരുന്നു ഈ ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. NHPCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NHPCയുടെ കേസിലും നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 85-ഉം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 95 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദ മൊമെന്റ് ഈ രണ്ട് റെസിസ്റ്റ് ചെയ്യുന്നത് എളുപ്പമായിരിക്കും. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഏതായാലും ഇന്നത്തെ മാർക്കറ്റ് പ്ലസിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പെർട്ട് ഒപ്പീനിയനും സെബി രജിസ്റ്റർ അനലിസ്റ്റിൻ്റെ ഒപ്പീനിയനും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതിനായിട്ട് നിങ്ങൾക്ക് മൈഫിൻ TV എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ധാരാളം പ്രീമിയം ഷോസും ഒപ്പം തന്നെ നിരവധി എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയനും അടക്കമുള്ള ഷോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏതായാലും പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ മാർക്കറ്റ് അപ്ഡേറ്റ്സും ഒപ്പം തന്നെ വീണ്ടും ഉള്ള സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.